ചാണകവും തോലും ഇറച്ചിയും ഒക്കെ തന്നെ ചരിത്രാതീത കാലം വളരെ പൗരാണികമായി തന്നെ മനുഷ്യൻ ഉപയോഗിച്ചു കൊണ്ടിരുന്നു. ലോകത്തെ ഏറ്റവും വലിയ പശുഭക്തർ ഒരിക്കലും ഇന്ത്യക്കാരനല്ല എന്ന് നമുക്ക് ഈ ചരിത്ര വായനയിൽ മനസ്സിലാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം നമ്മളാരും തന്നെ എത്ര വലിയ ഭക്തനും പശുവിനെ വീടിൻ്റെ അകത്ത് കിടത്തിയിട്ട് പുറത്ത് കിടക്കാറില്ല. പക്ഷെ ഈജിപ്ത് അങ്ങനെ ചെയ്തിരുന്നു. ഈജിപ്ഷ്യൻസ് ഒരുപക്ഷെ അവരുടെ ഇന്നത്തെയും ഭക്ഷണത്തെയും ഒരു ഈജിപ്ഷ്യൻ അവന്റെ 5-6 വയസ്സിനുള്ളിൽ തിന്നുന്ന ചീസ് ഒരു ഇന്ത്യക്കാരൻ മൊത്തം തിന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൻ കഴിക്കുന്ന വെണ്ണ അത്രത്തോളം കഴിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൻ കുടിക്കുന്ന പാല് അത്രത്തോളം. കാരണം അവനും പശുവും തമ്മിലുള്ള ബന്ധം വളരെ പൗരാണികമായി തന്നെ വളരെ പ്രാചീനമായി തന്നെ പരിശോധിക്കുമ്പോൾ കാണാൻ പറ്റും. ഒരു ഘട്ടത്തിൽ ഖുറാനിൽ തന്നെ ഒരു സൂറത്തിന്റെ പേര് സൂറത്തുൽ ബഖറ എന്നാണ്. പശു അല്ല, പശു ഞാൻ ആദ്യം വിചാരിച്ചു പശു എന്ന്, പശുക്കുട്ടി അല്ലെങ്കിൽ കാളക്കുട്ടി എന്നാണ് അധ്യായത്തിന്റെ പേര് തന്നെ. ബഖറ എന്ന് പറയുമ്പോൾ കാളക്കുട്ടി എന്നാണ്. ഇത് ഒരു ഘട്ടത്തിൽ മൂസാ നബിയെ പോലും വഴിതെറ്റിക്കപ്പെടുന്ന രീതിയിൽ ആരാധന പോകുന്നുണ്ട്. അതിന്റെ ഭാഗമായാണ് പറഞ്ഞത്, മഞ്ഞ നിറത്തിലുള്ള വികലാംഗ അല്ലാത്ത ഒരു പശുവിനെ നിങ്ങൾ ദാനം ബലിയ ചെയ്യണമെന്ന് ദൈവത്തിന്റെ കൽപ്പന വരിക ചെയ്യുന്ന പോലുള്ള സംഗതികൾ നമുക്ക് വളരെ ഇതുപോലെ തന്നെ നമ്മുടെ യജ്ഞങ്ങൾ പോലെയുള്ള അശ്വമേധകൃത്ത് പോലുള്ള പ്രവർത്തികൾ ഇറാനിൽ പിന്നീട് നമ്മൾ കാണുന്നുണ്ട്. ഇറാനിലും ഇത് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ ലോകത്താകെ തന്നെ ഇത്തരത്തിൽ പശുവിനോടുള്ള ഒരു ആരാധനാ മനോഭാവം പലയിടത്തും ലോകത്തുണ്ട്. എന്താ ഇതിന്റെ കാരണം? നമ്മൾ നോർമലായിട്ട് സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ പുസ്തകത്തിൽ മാത്രം ചില കാര്യം അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ എന്താ പറയാ, കോടിയുള്ളവൻ ഈശ്വരനാണ്, ലക്ഷമുള്ളവൻ പ്രഭുവാണ്. സാധാരണ ഭാഷയിൽ കോടിയുള്ളവൻ ഈശ്വരനാണ്, ലക്ഷമുള്ളവൻ പ്രഭുവാണ്. അപ്പൊ എന്താണ് നിശ്ചയിക്കുന്നത്? സമ്പത്താണ് നിശ്ചയിക്കുന്ന ഒരാളെ ഈശ്വരനായിട്ട്. ഈ പറയുന്ന പ്രാചീന കാലഘട്ടത്തിലെ സമ്പത്ത് പശുവായിരുന്നു. അപ്പൊ പശു ആരായി മാറി? പശു ദൈവമായി മാറി. വളരെ വളരെ ഈസിയാണ്. സമ്പത്താണ് ദൈവമായി നിശ്ചയിക്കപ്പെടുന്നത്. സമ്പത്താണ് അക്കാലത്തെ കാലി വളർത്തൽ കാലഘട്ടത്തിലെ കാലികളിൽ ജീവിച്ചിരുന്ന കാലത്തെ ഇടയ ജീവിതം ജീവിച്ചിരുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവന്റെ സമ്പത്ത് ആരായിരുന്നു? പശുവായിരുന്നു. ഈ പശു പലപ്പോഴും യുദ്ധങ്ങൾ നടന്നിട്ടുള്ളത് ഈ പശുക്കൾക്ക് വേണ്ടിയാണ്. മനുഷ്യൻ ഉപയോഗിക്കുന്ന സാമാന്യമായി ഉപയോഗിക്കുന്ന നിരവധി വാക്കുകൾ പോലും ഈ പശുവിൽ നിന്നാണ് ഉപയോഗിച്ചിരുന്നത്. ഗോത്രം, ഗ്രാമം, ഗ്രാമത്തലവൻ, ഗോത്രത്തലവൻ, ഇതൊക്കെ തന്നെ നമ്മുടെ വലിയ ആധിപത്യമുള്ള പ്രയോഗങ്ങളും വാക്കുകളുമാണ്. ഈ വാക്കുകളുടെ ഒക്കെ തന്നെ വാക്കുകൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഞാൻ ഇവിടെ ഒരു വായന വളരെ രസകരമായ ഒരു ചിലപ്പോൾ ആളുകൾക്ക് പെട്ടെന്ന് ദഹിക്കാത്ത ഒരു വായന വായിച്ചപ്പോൾ കിട്ടിയത് ഈ ഹിജട എന്ന വാക്ക് ഉണ്ടായത് ഹിജറ എന്ന വാക്കിൽ നിന്നാണ്. കാരണം പുറപ്പെട്ടു പോയവർ, പുറത്താക്കപ്പെട്ടവർ, അതാണ് ഹിജട. നമുക്കറിയാം ട്രാൻസ്ജെൻഡറിന്റെ അവസ്ഥ നമുക്കറിയാം. അപ്പൊ പുറത്താക്കപ്പെട്ടവർ, ആ ഹിജറ എന്ന വാക്ക് പിന്നീട് മാറിയാണ് ഹിജട എന്ന വാക്കുണ്ടായത്. അപ്പൊ ഒരു വാക്കുണ്ടാകുന്നത് അങ്ങനെയാണ്. ഇവിടെ ഗ്രാമവും ഗോത്രവും ഗോത്രത്തലവനും ഒക്കെ തന്നെ ഉണ്ടായിത്തീരുന്നത് തീർച്ചയായിട്ടും ഈ പശുവിന്റെ സംഗതിയിൽ നിന്നാണ്. ഇതേപോലെ നമ്മുടെ രാജ്യത്ത് ഉപയോഗിക്കുന്ന ഒന്നാണ് ഭാഷ. ഭാഷയെ ഏത് തരത്തിൽ എന്നാണ് ഉറുദു ഭാഷ മുസ്ലിമിന്റെ ഭാഷയായത്? എന്നാണ് ഉറുദു ഭാഷ മുസ്ലിമിന്റെ ഭാഷയായി മാറുന്നത്? കിഷൻ ചന്ദും പ്രേംചന്ദും ഒക്കെ എഴുതിയ ഒരു ഭാഷ ഒരു സുപ്രഭാതത്തിൽ ഒരു മതത്തിൻ്റെതായി മാറുന്നു. ആ മതത്തിൽപ്പെട്ട വെള്ളം കൊണ്ട് ബഹളായി ഒരു ഭാഷ ഒരു പ്രത്യേക മതത്തിൻ്റെതായി മാറുന്നു. പാലി ഭാഷയായി മാറുന്നു. സംസ്കൃതം വേറൊരു മതത്തിൻ്റെതായി മാറുന്നു. പാലിയെ വേണമെങ്കിൽ ബുദ്ധന്റെ ഭാഷ എന്ന് പറയാം. യഥാർത്ഥത്തിൽ ഈ ഭാഷകളൊന്നും അങ്ങനെയല്ല എന്ന് നമുക്കറിയാം. എന്താണ് നിങ്ങൾ മുസ്ലിമാണോ എന്നുള്ള ചോദ്യത്തിൽ മിർസാഖാലി പറയുന്ന മറുപടി ഞാൻ പകുതി മുസ്ലിമും പകുതി മുസ്ലിം അല്ല എന്നാണ്. എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ പറയുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പന്നിയിറച്ചി തിന്നൂല പക്ഷെ കള്ളു കുടിക്കും എന്നാണ്. ഏതാണ് നിങ്ങളുടെ രാജ്യം എന്ന് ചോദിച്ചപ്പോൾ അത് വരാനിരിക്കുന്ന ഒരു ലോകമാണ്, അവിടെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഇല്ല എന്ന് പറഞ്ഞ ഒരു മിർസാഖാലിമുണ്ട്. പക്ഷെ അതിനെ സൂഫിയായിരുന്നു. സൂഫികൾ എന്നെ തല്ലിക്കൊല്ലും, പക്ഷെ അത് സൂഫിയായിരുന്നു. അവസാന നിമിഷം വരെ സൂഫി ജീവിതം നയിച്ച ഒരാൾക്ക് ഇങ്ങനെ പറയാൻ പ്രണയത്തെ സ്നേഹത്തെ ഒക്കെ വേറെ തലത്തിൽ നിന്നുകൊണ്ട് അങ്ങനെ പാത്രത്തിൽ എഴുതിയ ഒരു ഭാഷയെ എങ്ങനെയാണ് ഒരു പ്രത്യേക മതത്തിന്റെ ഭാഷയെ ചിത്രീകരിക്കുകയും ഈ ഭാഷ ഇന്ന മതത്തിൻ്റെതാണെന്നും ഈ ഭാഷ ഞങ്ങളുടേതല്ലാന്നും അങ്ങനെ ഇന്ത്യ രാജ്യത്ത് ആയിരക്കണക്കിന് ഉറുദു സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഭാഷയെ ഉപയോഗിക്കുക. മറ്റൊന്ന് ദേശീയതയെ പറ്റിയുള്ള ഏറ്റവും വലിയ സംവാദം, സുനിലിന്റെ പ്രഭാഷണം കേട്ടിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ സംവാദം നടത്തിയിരിക്കുന്ന ഒരാള് അതിൽ മാനവിക പക്ഷത്ത് നിൽക്കുകയും മനുഷ്യനാകെ തന്നെ ഒരു ദേശമുണ്ടെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത ടാഗോറാണ് ദേശീയഗാനം എഴുതി. പക്ഷെ ഇപ്പോൾ ദേശീയഗാനം ഇന്നലെ വരെ വേണ്ടാത്തവർക്ക് ദേശീയഗാനം ഒരു പ്രധാന സംഗതിയായി വരുന്നു.
യഥാർത്ഥത്തിൽ പശുവിന്റെ കടന്നുവരവ് നമ്മുടെ രാജ്യത്തേക്ക് എങ്ങനെ വരും? ഇൻഡോ യൂറോപ്യൻ കൾച്ചറുമായി ബന്ധപ്പെട്ട് യൂറോപ്പിൽ നിന്ന് ഇറാൻ വഴി കടന്നു വന്ന ആര്യന്മാരുടെ കടന്നുവരവോട് കൂടിയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിലേക്ക് ഈ ഇടയ ജീവിതം കടന്നു വരുന്നത്. ആ സമയത്ത് തന്നെ ഏകദേശം ഇന്ത്യയിൽ നിലനിൽക്കുന്ന ജനത കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരുന്നു. ഈ ജനതയുടെ കടന്നുവരവിന് ശേഷം പിന്നീട് നമ്മൾ കാണുന്നത് ഈ ജീവിതകാലത്ത് മുഴുവൻ അതിൽ ഋഗ്വേദത്തിലായാലും മറ്റു പുരാണങ്ങളിലായാലും ഇതിഹാസങ്ങളിലും ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കാതെ പോകുന്നൊരു കാര്യം, അർജുനനും മാത്രമല്ല പാണ്ഡവർ കാട്ടിൽ പോയപ്പോഴാണ് ഏകലവ്യനെ കാണുന്നത്. പാണ്ഡവർ എന്തിനാണ് കാട്ടിൽ പോകുന്നത്? പാണ്ഡവർ കാട്ടിൽ പോകുന്നത് മൃഗവേട്ടയ്ക്ക് വേണ്ടിയാണ്. മാനിനെയും കാട്ടുപോത്തിനെയും കണ്ടാമൃഗത്തെയും, കണ്ടാമൃഗം വളരെ പ്രധാനപ്പെട്ട സംഗതി. കണ്ടാമൃഗം നമ്മൾ ഉദ്ദേശിക്കില്ല, വലിയ ദൈവമാണ് വേറെ. അപ്പൊ കണ്ടാമൃഗത്തെയും ഒക്കെ തന്നെ വേട്ടയാടിപ്പിടിക്കുന്നതിന് വേണ്ടി കാട്ടിൽ പോകുന്നത്. അപ്പൊ ഇവരൊക്കെ ഇറച്ചിന്നൂലേ, വെറുതെ വേട്ടയാടാൻ പോകില്ല കാട്ടില്. അത് നമ്മൾ സത്യത്തിൽ നമ്മുടെ ചിന്തയിൽ എപ്പോഴും വരാത്തൊരു സംഗതിയാണ്. അപ്പൊ അർജുനനും യുധിഷ്ഠിരനും ഭീമനും ഒക്കെ തന്നെ നല്ല ഇറച്ചി തീറ്റക്കാരായിരുന്നു. ഇവരിൽ പലർക്കും ഇറച്ചിയില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ലായിരുന്നു. നമ്മളൊക്കെ കേട്ടിരിക്കുന്നത് ചരിത്രത്തിൽ സീതയുടെ ഒരു കഥയുണ്ട്. ഞാൻ വേഗം പറഞ്ഞു തീർക്കുന്നത്. സീതയുടെ കഥ എന്താണ്? സീത മാനെ കാണുന്നു, രാമൻ അതിനെ പിടിക്കാൻ പോകുന്നു എന്നൊക്കെയാണ്. പക്ഷെ സീതയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇറച്ചി മാനിറച്ചിയായിരുന്നു. കളിപ്പിക്കാൻ വേണ്ടി പോയതല്ല. ഈ പറയുന്നതെല്ലാം ഈ പുസ്തകത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, പുരാണങ്ങളിൽ നിന്ന്, ഇതിഹാസങ്ങളിൽ നിന്ന്, ചരിത്രത്തിൽ നിന്ന് അതിന്റെ മുഴുവൻ രേഖകളും പറക്കെടുത്തുകൊണ്ടാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. ഒരുപക്ഷെ ഈ പുസ്തകത്തില് നമുക്ക് വായിക്കാൻ കൂടുതൽ ഉള്ളതിനേക്കാൾ കൂടുതൽ ഒരുപക്ഷെ ഈ പുസ്തകത്തിന്റെ 75% ഇങ്ങനെ ഒരു പുസ്തകം അപൂർവമാണ്. 75% നോട്ട്സാണ്. ഈ 75% നോട്ട്സ്. കാരണം ഇത് ഒരു തുടർച്ച, ഈ പുസ്തകത്തിന് വലിയൊരു തുടർച്ചയുണ്ട് വായനയിൽ. ഇപ്പൊ നമ്മള് ദസ്തോവസ്കിയെ വായിക്കുമ്പോഴുള്ള ഒരു പ്രത്യേകത, എനിക്ക് തോന്നുന്ന പ്രത്യേകത, എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയത് ദസ്തോവസ്കിയെ വായിച്ചപ്പോൾ ഷേക്സ്പിയറെയും ബൈബിളും ഒന്നും കൂടി വായിക്കണമെന്നാണ്. വായിച്ചിട്ടില്ല. ഷേക്സ്പിയറുടെ മുഴുവൻ കൃതികൾ ഞാൻ സമാഹരിച്ചു വെച്ചിട്ടുണ്ട്. DC കിട്ടും 2500 രൂപ അവർ കൊടുത്തിരുന്നു. മുഴുവൻ കൃതികളും 14 വാല്യയിൽ. എന്താണ് ദസ്തോവസ്കി? ഒരുപക്ഷെ ദസ്തോവസ്കിയുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ചലനങ്ങൾ സൃഷ്ടിച്ച ആള് ഷേക്സ്പിയർ ആണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രിസ്തു. ഇത് വായിക്കുമ്പോൾ നമുക്ക് ഇത് പുരാണങ്ങളിൽ നിന്ന്, ഇതിഹാസങ്ങളിൽ ഒക്കെ എടുത്തിട്ടാണ്. മാത്രമല്ല സീത ഒരിക്കൽ യമുന കടന്നു പോകുമ്പോൾ, ഗംഗ കടന്നു പോകുമ്പോൾ 2 സമയങ്ങളിൽ ഗംഗയോടും യമുനയോടും പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്: എൻ്റെ രാമന്റെ പ്രതിജ്ഞ നീ പൂർത്തിയാക്കി കൊടുക്കണം, ഞങ്ങൾ ആപത്തില്ലാതെ ഈ പുഴ കടത്തി തരണം, അതിന് ഞാൻ നിങ്ങൾക്ക് 1000 പശുക്കളെ, 1000 കുംഭം മദ്യം കള്ള് ഞാൻ നിനക്ക്, അതുപോലെ തന്നെ അതുകൊണ്ടുണ്ടാക്കിയ അരി കൊണ്ടുണ്ടാക്കിയ ഭക്ഷണം നിനക്ക് ദാനം തരാം. എന്നാണ് ഈ പശു ദൈവമായി കയറി വരുന്നത്? തീർച്ചയായും അതൊരു രാഷ്ട്രീയ പശുവാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. ഇത് ഇവിടെ കൊണ്ട് നിൽക്കുന്നില്ല. ബുദ്ധൻ, നമ്മുടെ ഏറ്റവും കൂടുതൽ ബുദ്ധൻ ഈ കാര്യത്തിൽ എടുത്ത നിലപാട്, ബുദ്ധൻ മരിച്ചത് ആരോടും പറയില്ലെങ്കിൽ പന്നിയിറച്ചി നിന്നിട്ടാണ്. പന്നിയിറച്ചി കഴിച്ചിട്ടാണ് ബുദ്ധൻ മരിച്ചത്. അതിനെപ്പറ്റി പറയുന്നത് ബുദ്ധൻ മരിക്കാൻ കാരണം വാർദ്ധക്യ സഹജമായ കാരണങ്ങളാണ്, പക്ഷെ പന്നിയിറച്ചി കഴിച്ചിരുന്നു എന്ന് തന്നെയാണ്. പന്നിയിറച്ചി മാത്രമല്ല, ആരോടും പറയേണ്ട തൈര്, വെണ്ണ, തേൻ, ഇത്തരം വസ്തുക്കൾ അടക്കം നമുക്ക് നിഷിദ്ധമാണ് എന്ന് പറഞ്ഞ ഒരാളാണ് മഹാവീരൻ, ജൈനൻ. ആ ജൈനൻ പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ കാരണം എന്താണ്? ഇതിലൊക്കെ ജീവന്റെ അംശങ്ങളുണ്ട്. ഈ ഒരു ജൈനന്റെ പേര് കൂടി ഞാൻ പറയട്ടെ, അദ്ദേഹത്തിന്റെ പേര് അമിത്ഷാ എന്നാണ്. ഇന്ത്യയിലെ ആരോടും പറയണ്ട. ഇങ്ങനെ വായുവിലുള്ള ജീവനുകളെ പോലും കൊല്ലരുതെന്ന് പറഞ്ഞ ഒരു മതമാണ് ജൈന മതം. പക്ഷേ കോഴിയിറച്ചി മഹാവീരൻ തിന്നതായിട്ട് രേഖയുള്ളതാണ്. അപ്പൊ ഈ ഇറച്ചി എന്നൊക്കെ പറയുമ്പോൾ മനുഷ്യന്റെ ഭക്ഷണം എങ്ങനെ ഉണ്ടായിത്തീരുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഞാൻ ഇതിനിടയിൽ വായിച്ച പുസ്തകം, ഞാൻ നമ്മൾ ഇടയിൽ ചർച്ച ചെയ്യാനുള്ള ഒരു പുസ്തകം, വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകം. ഒരു അടിമയുടെ 12 കൊല്ലങ്ങൾ എന്ന് പറഞ്ഞ ഒരു അമേരിക്കൻ പുസ്തകം ഞാൻ വായിച്ചു. ഇപ്പൊ വായിച്ചു വല്ലാതെ ഞാൻ ആ പുസ്തകം അവതരിപ്പിക്കേണ്ടതെന്ന് മനസ്സോട് തീരുമാനിച്ച് ഞാൻ കേട്ടിട്ടുള്ളതാണ്. ആ പുസ്തകത്തിൽ മനുഷ്യൻ ഭക്ഷണമില്ലാതാകുമ്പോൾ എവിടെ വരെ പോകും? എന്തും കഴിക്കും. മനുഷ്യൻ ഭക്ഷണമില്ലാതായാൽ അവന്റെ തന്നെ മനം കഴിക്കും എന്ന് നമ്മൾ വായിക്കുന്നത് ചരിത്രത്തിൽ. ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാകുന്നത്. അപ്പൊ ഭക്ഷണം ഉണ്ടായിത്തീരുന്നത് അങ്ങനെയാണ്. എങ്ങനെയാണ് ബീഹാറിക്ക് എലി ഭക്ഷണമായി മാറുന്നത്? എങ്ങനെയാണ് ചൈനക്കാരന് പാറ്റ ഭക്ഷണമായി മാറുന്നത്? എങ്ങനെയാണ് നാഗാലാൻഡുകാരന് പട്ടി ഭക്ഷണമായി മാറുന്നത്? ദാരിദ്ര്യമാണ്.
വിശപ്പാണ് മനുഷ്യനെ ഇത്തരത്തിലെത്തിക്കുന്നത്. ഓരോ ജനതയുടെയും ഇപ്പൊ നമുക്കറിയാം, നമ്മൾ വലിയ കാര്യം പറയും സൗദി അറേബ്യയിൽ. ജസം എന്ന് പറയുന്ന വെട്ടുകിളി, നമുക്ക് ആ വെട്ടുകിളിയെ കണ്ടാൽ തന്നെ പറ്റില്ല. ഞാൻ ഫാമിലി വർക്ക് ചെയ്ത ഒരാളാണ്. ആ വെട്ടുകിളി അറബികളുടെ ഒരു പ്രധാന ഭക്ഷണമാണ്. വെട്ടുകിളി എന്താ നമുക്ക് തിന്നാൻ പറ്റും? വെട്ടുകിളിയിൽ ഇനി എന്തൊക്കെ സുന്നത്തോതിയാലും സലാത്ത് ചെയ്യാലും ആ സാധനം കണ്ടാൽ തിന്നാൻ പറ്റില്ല. ഇനി എങ്ങനെ പുണ്യം എന്ന് പറയും. പക്ഷെ അനുവദിക്കപ്പെട്ട ഭക്ഷണമാണ് ഇസ്ലാമിൽ, അനുവദിക്കപ്പെട്ട ഭക്ഷണമാണ്. പക്ഷെ അത് കണ്ടാൽ തിന്നാൻ പറ്റില്ല. പക്ഷെ ഇവർക്കത് പറ്റും. കാരണം ഈ ജനതയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു ഭക്ഷണമാണ്. അവനത് കഴിക്കും. ആ ഭക്ഷണം രൂപപ്പെടുന്ന കാര്യം. പക്ഷെ പശുവിന്റെ കാര്യത്തിൽ അതല്ല. ആയിരക്കണക്കിന് പശുക്കളൊക്കെ ഒന്നവനെ ദാനശീലായി കണ്ട രത്നിരാജൻ എന്ന് പറയുന്ന ഒരു രാജാവ് എല്ലാ ദിവസവും 2000 പശുക്കളെ കൊന്നിരുന്നു. ആ 2000 പശുക്കളെ കൊന്ന് ഒരു പുഴ രൂപപ്പെട്ടിട്ടുണ്ടെന്നാ പറയുന്നത്. ഒരു പുഴ തന്നെ അദ്ദേഹം കൊന്ന പശുക്കളുടെ പേര്. മാത്രമല്ല, ദ്രൗപദി 50 മാനകളെ വെച്ച്, ദ്രൗപദി പാഞ്ചാലി, ദ്രൗപദി 50 മാനകളെ വെച്ച് ഭക്ഷണം ഉണ്ടാക്കുകയും പിന്നീട് പറയുന്നത് നമ്മുടെ ഏറ്റവും കൂടുതൽ പുരാണങ്ങളിൽ വായിച്ചുള്ള ഏറ്റവും ധർമ്മിഷ്ഠരായിട്ടുള്ള യുധിഷ്ഠിരൻ ഇനിയും പലതരം ഇറച്ചികൾ കൊണ്ടുവരും എന്നാണ്. അവിടെ കൊണ്ട് നിർത്തുന്നില്ല. യുധിഷ്ഠിരൻ ഇനിയും പലതരം ഇറച്ചികൾ കൊണ്ടുവരുമെന്നാണ്. രാമന്റെ കാര്യത്തിൽ എന്താണ്? രാമനെ പറ്റി ഒരു ഭാഗത്ത് പറയുന്നത് 14 വർഷത്തെ അജ്ഞാതവാസക്കാലത്ത് അദ്ദേഹം അല്ലെങ്കിൽ കാട് ജീവിതത്തിൽ അദ്ദേഹം മാംസം കഴിച്ചിട്ടില്ല. അല്ലാത്ത കാലത്തൊക്കെ നന്നായി കഴിച്ചിരുന്നു എന്ന് മാത്രമല്ല, രാമന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇളം പൈക്കുട്ടികളെയാണ്. നല്ല രുചിയിൽ ഇളം പൈക്കുട്ടി. ഇതൊന്നും തെറ്റല്ല, ഇതാരും കളിയാക്കാൻ പറയുന്നത്. ഇവരൊന്നും ഇതിന്റെ ആളുകളായിരുന്നില്ല. ഒരു സുപ്രഭാതത്തിൽ ഇത് ദൈവമാക്കി പ്രഖ്യാപിക്കുകയും പശുവിനെ ദൈവമാക്കി മാറ്റുകയും ചെയ്യുന്ന ഒരു കൃത്രിമത്വത്തിലൂടെയാണ്. ഇത് മാത്രമല്ല, ഇതിന് വേറെ കുറെ കാര്യങ്ങളുണ്ട്. പശുവിന്റെ തോലാണ് ഞാനായിട്ട് ഉപയോഗിച്ചിരുന്നത്. പശുവിന്റെ തോൽ കൊണ്ടാണ് രഥങ്ങൾ കെട്ടിയിരുന്നത്. പശുവിനെ അങ്ങനെ ഒരു വസ്തു മാത്രമല്ല, ബുദ്ധനും ജൈനനും തങ്ങൾ ഉപേക്ഷിക്കപ്പെടാൻ പറഞ്ഞ മൃഗങ്ങളുടെ